ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഒരു 2 വർഷത്തോളം ആവുന്നു. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ തുടക്ക സമയങ്ങളിൽ ഞാൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ. കാരണം യാത്രയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം കുറേ നാളുകളായിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒന്നും നേരെ അപ്ലോഡ് ചെയ്യാനോ അതുപോലെ തന്നെ വീഡിയോ എടുക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന്. അതിനാദ്യമേ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെയും കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യാത്രകളും അതോടൊപ്പം തന്നെ ഞാൻ പുതിയ പുതിയ കുറച്ച് കണ്ടന്റുകളും കൂടി ആഡ് ചെയ്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ എൻ്റെ ഇതുവരെ എൻ്റെ ചാനലിന് തന്ന സപ്പോർട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്, വീഡിയോസ് കണ്ടിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, എൻ്റെ ഈ വീഡിയോകൾ ഇനി കാണാൻ പോകുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. കാരണം ഇനിയുള്ള എൻ്റെ വീഡിയോകളുടെ കണ്ടന്റുകൾ വരുന്നത് കുറച്ച് പ്രതികരണ ശേഷിയുള്ള, അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ തെറ്റായ രീതിയിലും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച്, മലയാളികളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കൊരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ പുറമേ നിന്ന് ഒരുത്തം വന്ന് ചൊറിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. നമ്മളുടെ അഭിമാനത്തിന് ക്ഷയമേക്കുമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. അവിടെ നമ്മൾ ഇന്ന് വരെ രാഷ്ട്രീയമോ മതമോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. നമുക്കറിയാം, പ്രളയം വന്നപ്പോഴൊക്കെ നമ്മളൊക്കെ കട്ടയ്ക്ക് നിന്ന് നമ്മുടെ നാടിനെ നമ്മൾ സംരക്ഷിച്ചതും എല്ലാം നമുക്ക് മുന്നിലൊരു തെളിവായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പുറമേയിൽ നിന്ന് വന്ന് നമ്മളുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർക്കെതിരെയും അതുപോലെ തന്നെ പ്രതികരണമാണ്. എന്ത് വിഷയത്തെക്കുറിച്ചും ഒരു നല്ലൊരു മെസ്സേജ്, അതായത് എല്ലാ കാര്യങ്ങളിലും ഇടപെടുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നെഗറ്റീവ് ഓളി ആ ഒരു കോൺസെപ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പകരമായിട്ട് എൻ്റെതായ രീതിയിൽ എനിക്കൊരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്, അതിപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കാണുന്നുണ്ടാവും ഓരോ യൂട്യൂബ് ചാനലുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരങ്ങൾ, അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരാൾ വന്നിട്ട് ഒരു ഡ്രാമ രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ പേര് പിടിച്ചുകൊണ്ട് ഒരുപാട് പേര് അതിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും അത്തരം വീഡിയോകളുമായിട്ട് എൻ്റെ ചാനൽ വരത്തില്ല. കാരണം എൻ്റെ കണ്ടന്റുകളെല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സാമൂഹ്യമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ മുൻനിർത്തിയിട്ടുള്ള വീഡിയോകൾ മാത്രമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഇത്തരം വിഷയങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ ഇത്തരം വീഡിയോകളും കൂടെ ചേർത്തുകൊണ്ടായിരിക്കും. ഒപ്പം ഒരു കാര്യം ഇവിടെ പറയുന്നു, യാത്രാ വീഡിയോകൾ ഇവിടെ അവസാനിക്കുന്നില്ല. എൻ്റെ യാത്രകൾ തുടരുക തന്നെ ചെയ്യും. യാത്രാ വീഡിയോകളും ഇതിനകത്ത് ഉണ്ടാവും. ഒപ്പം അതിനോട് ചേർന്നുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളെയും കൂടെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് ഇനിയും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് ഈ ചാനലിൽ കണ്ടുമുട്ടാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പുതിയ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിരുന്നാൽ വളരെ എളുപ്പമായി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ശിവരാത്രിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ.